മൂപ്പർക്ക് മുത്തുപ്പേട്ട ഇവിടെ ഏറുവാടി അല്ലാത്ത വേറെ സ്ഥലം ഉണ്ടല്ലോ. അല്ല, ഒരു വാപ്പസൊക്കെ ചെയ്യല് മുത്തുപേട്ടന്നല്ലേ? ഏറുവാടിയല്ല, മുത്തുപേട്ടുണ്ട്. അവിടെ മൂപ്പര് ഇവിടെ ഒരു ചെറിയൊരു മാംസ കഷ്ണം നീങ്ങി ഇതിന്റെ ഉള്ളിൽ. അപ്പൊ മൂപ്പരയോട് എല്ലാവരും കൂടി അവിടെ സിയാറത്തിന് പോകാൻ പറയും. മൂപ്പര് എനിക്ക് അതിനൊന്നും ആവില്ല എന്ന് പറഞ്ഞു, അവിടെ ഇവിടെയും സിയാറത്തിന് പോകാനൊന്നും. അങ്ങനെ എല്ലാം കൂടി നിർബന്ധിച്ച് മുത്തുപേട്ടൊക്കെ കൊണ്ടുപോയിന്ന് പറയും. അവിടെ മുത്തുപേട്ട പോയി സിയാറത്തിന് ഒന്ന് രണ്ട് ദിവസം അവിടെ ഒരു സെറ്റ് അവിടെ കിടന്നേല. എന്നിട്ടൊന്നും ഇത് കണ്ട് പോരുന്നില്ല, മൂക്കുന്നത് പോരണല്ലോ. അപ്പൊ മൂപ്പർക്ക് എല്ലാം കൂടി ഹാരടി എന്താ ഇവിടെ ഒന്നും ഞാൻ മുത്തും പോരുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവസാനം അവിടെ ഒതുണ്ടാക്കാൻ പോയി. അവിടുന്ന് മൂപ്പര് മുത്തുപേട്ട അവിടെ മക്കാമെന്ന് ചെന്ന് പറഞ്ഞില്ല, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നാൽ ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിയൊന്നും ഒരു വിശ്വാസം ഇപ്പൊ എനിക്കില്ല. ഇതിവിടെ ഞാൻ വന്നിട്ട് എത്ര ദിവസമായി, ഇത് ഇവിടുന്ന് കളഞ്ഞോന്ന് ചോദിച്ച് ഞാൻ പോവുകയാണ്, എന്റെ ദർശമൊക്കെ മുടക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഏതായാലും അവിടുന്ന് അടുത്ത നിസ്കാരത്തിന് ഒതുണ്ടാക്കാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു. ഒന്നുണ്ടാക്കാൻ വേണ്ടി 30 വെള്ളം കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ തുബീപത്ത് പോയി. അപ്പൊ അതൊക്കെ അത്ര നിഷ്കളങ്കരാകുന്ന വലിയ മനുഷ്യന്മാരെന്ന് അവരൊക്കെ കണ്ണീത്ത് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇതെന്താ ഔലിയ കാക്കാനെ പേടിപ്പിച്ചിട്ട് മൂക്കിലത്തെ ദശ കളയേ? ഇവിടെ മൂക്കിലൊരു എന്തോ ഒരു സാധനം, ദശ എന്ന് പറയുന്ന, ഇനിയിപ്പോ അതിന് മറ്റെന്തെങ്കിലും വാക്കുകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നുള്ളത് അറിയില്ല. ഇവിടെയൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ അങ്ങനെ മൂക്കിൽ വളർന്നു വരുന്നതിന് ദശ വളരുക എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്തായാലും അത് പോകാൻ വേണ്ടിയിട്ട് മുത്തുപ്പേട്ടയിൽ പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് പോകാൻ ആശുപത്രിയിൽ പോയാൽ പോരെ അല്ലേ? ഇപ്പോ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചെറിയ സെന്ററുകളിലൊന്നും ഓപ്പറേഷൻ ചെയ്യില്ലെങ്കിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ അതിന് ചികിത്സ, നല്ല രീതിയിലുള്ള ചികിത്സ ഉണ്ട്. അല്ലെങ്കിൽ പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും പോകാം. ഇവിടെ അതല്ല വിഷയം. ഈ വിഷയം പറയുന്നത് മുത്തുപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. മുത്തുപ്പേട്ടയിൽ പല തവണ ഞാൻ പോയിട്ടുണ്ട്. അവിടെ മുത്തുപ്പേട്ടയിൽ പോയി കഴിഞ്ഞാല് അവിടുത്തെ ജാറത്തിന് ഉള്ളിലുള്ളത്, ഈ ജാറം എന്ന് പറയുന്ന ആ സാധനം എത്ര 18 അടിയോ 20 അടിയോ ഒക്കെ നീളമുള്ള ഒരു ജാറാണ് അവിടെ. ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പോ ചെറുതൊന്നുമല്ല, 18 അടിയാണ്. 18 അടി എന്ന് പറഞ്ഞാല് സാധാരണ ആവറേജ് ഒരു 5.5 അടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ 3 ആൾക്കും മുകളിൽ ഹൈറ്റ് ഉള്ള ഒരാൾ എന്ന് കണക്കാക്കണം. 6 അടിയുള്ള ആളാണെങ്കിൽ പോലും 3 ആളുടെ ഹൈറ്റായി. അപ്പൊ 18 അടി 3 ആളെ ഹൈറ്റ് ഒക്കെ ഉള്ള ആളുകൾ ജീവിച്ചിരുന്നോ എന്നുള്ളത് ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. ആ ജാറത്തിലുള്ള ആളുടെ പേരെന്താണ്? ആ ഉലിയകാക്കയുടെ പേര് ദാവൂദുൽ ഹക്കീം എന്നാണ്. അത് ആരെ പറഞ്ഞത്? ആരോ പറഞ്ഞു. എന്താ തെളിവ്? ഒരു തെളിവുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇനി അവിടെ ഒരു കുളം എന്ന് പറഞ്ഞത്, കുളത്തിന്റെ നടുവിൽ ഒരു സ്തൂപം പോലെ ഒരു സാധനവും, കുളം എന്ന് പറയുന്നത് പച്ച നിറാണ് ആ വെള്ളത്തിനുള്ളത്. ഞാൻ ആ കുളത്തില് പലതവണ ഇറങ്ങി കുളിക്കുകയും ആ സ്തൂപത്തുമ്പോ പോയി തൊട്ട് പിന്നെ ഇങ്ങോട്ട് വരിക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിവില്ലാത്ത കാലത്ത്, ആ ഒരു ഖുറാഫിയായി നടന്നിരുന്ന കാലത്ത് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ജാറങ്ങളിലും പോകുമായിരുന്നു. അതില് പല ജാറങ്ങളെ കുറിച്ചും നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ മുത്തുപ്പേട്ടനെ കുറിച്ച് പറയാം. മുത്തുപ്പേട്ടയിലുള്ള ആള് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് എന്നാണ് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്, ഇന്ത്യയിലേക്ക് വന്നതാണെന്നാ പറയണത്. ഇത് എന്താണ് ഇതിന്റെ അടിസ്ഥാനം? അതൊരു സ്വപ്നമാണ്. അല്ലാതെ മൂസാ നബിയുടെ കാലത്ത് ഒരു വടിയും കുത്തി വന്ന 18 അടി നീളമുള്ള ഒരു ജവാൻ മനുഷ്യൻ, ആ മനുഷ്യൻ മൂസാ നബിയുടെ കാലശേഷം പിന്നെയും പല പ്രവാചകന്മാരും വന്നിട്ട് അവസാനം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരാള് മറവിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇവരറിയുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞത്? നമുക്ക് വഹ്യ് നിലച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹ്യ് നിലച്ചു പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായത്? ഇനി ഉണ്ട് എന്ന് മനസ്സിലായി എന്ന് മാത്രമല്ല, മൂപ്പരുടെ പേര് ദാവൂദുൽ ഹക്കീം എന്നാണ് എന്നുള്ളതുമാണ് ഇവരുടെ കണ്ടെത്തല്. അത് തന്നെ തള്ളപ്പെടേണ്ടതല്ലേ? ഇത് സമസ്തയുടെ പ്രസിഡന്റ് അദ്ദേഹം പറയുമ്പോ ഒരു വലിയൊരു വിഭാഗം ആളുകളുടെ ഏകദൈവ സിദ്ധാന്തമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ ഏകത്വം
അത് വിളിച്ചോതുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ ചെയ്യേണ്ട ആളുകള് അവര് ഇന്ന് ആരോ പടച്ചു വിട്ട ഒരു കള്ളക്കഥയുടെ, ആരോ പറഞ്ഞു വെച്ച ഒരു കള്ളക്കഥയുടെ, ഒരു മനുഷ്യനിങ്ങനെ കന്നിനെ വെച്ച് പൂട്ടാണ്. പണ്ടത്തെ കാലത്ത് ട്രാക്ടറോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല, അപ്പൊ കാളനെയും കൊണ്ടാണ് പൂട്ടുക. അങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂട്ടുക എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുക. അതിനിടയിൽ ചോര ഇങ്ങനെ പൊട്ടിയൊലിക്കുക എന്നാ പറഞ്ഞത്. ഈ ചോര പൊട്ടിയൊലിക്കുന്ന കണ്ടപ്പോ ഇയാള് വേഗം പേടിച്ചിട്ട് ആകെ പേടിപ്പനി പിടിച്ച് വിറച്ച് വീട്ടിൽ പോയിട്ട് പൊതച്ചു മൂടി കിടന്നുറങ്ങി. അങ്ങനെ പിന്നീട് അയാൾ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തില് ആ ചോര പൊട്ടിയ ഭാഗത്ത് ദാവൂദുൽ ഹക്കീം ഉണ്ട്. ആ ദാവൂദുൽ ഹക്കീമിന്റെ നീളം 18 അടിയാണ്. ആ ദാവൂദുൽ ഹക്കീം ഉണ്ട് എന്നല്ല, ഒരാള് മറവിട്ട് കിടക്കേണ്ടത് ഔലിയക്കാക്കയാണ്. അയാളുടെ നീളം 18 അടിയാണ്. അയാളുടെ പേര് ദാവൂദുൽ ഹക്കീമാണ്. മൂപ്പരടുത്തൊരു വടിയുണ്ട്, മൂസാ നബിയുടെ കാലത്തുള്ളതാണ്. ഇതൊക്കെ പിന്നെ എങ്ങനെ കാണുന്നത്? സ്വപ്നത്തിലാണ് കാണുന്നത്. ആ സ്വപ്നം വഹി ആവണമെങ്കിൽ ആ സ്വപ്നം കണ്ടാൽ പ്രവാചകനാവണ്ടേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചക പരമ്പര നിലച്ചുപോയി. അന്ത്യപ്രവാചകനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ വരാനില്ല. അത് പറഞ്ഞിട്ടുള്ളത് അള്ളാന്റെ ഹബീബുമാണ്. അപ്പൊ പിന്നെ നമ്മളത് വിശ്വസിക്കൽ നിർബന്ധമാണ്. പിന്നെ മുസൈലിമത്തുൽ കദ്ദാബ് പോലെയുള്ള, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയാണ് മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ള പ്രവാചകനായിട്ട് വന്നത്. അതിനുശേഷം പല ആളുകളും പല തരത്തിലുള്ള പല സിദ്ധന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും ഔലിയകാക്കന്മാരായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ തിരുമ്പും കുളിക്കുകയും ചെയ്യാതെ, മുടിവെട്ടും മറ്റുള്ള വൃത്തിയും മേനയൊന്നും ഇല്ലാണ്ട്, ഡ്രസ്സൊന്നും ഇല്ലാതെ അങ്ങനെ നടന്നു. എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ കാണിച്ചു എന്നുള്ള ഒരു അടിസ്ഥാനത്തിലെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഇത് ഒന്നുമില്ല, ഒരു എവിഡൻസും ഇല്ല, നോ എവിഡൻസ് ആണ്. അങ്ങനെ ഒരു തെളിവുമില്ലാതെ അയാളുടെ കൃഷി ഭയങ്കര നഷ്ടത്തിലാണ്, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തമിഴ്നാട്ടില് മഴ കുറവാണല്ലോ. അപ്പോ ഇനിയിപ്പോ ഈ കൃഷിയും കൊണ്ടൊന്നും മുന്നോട്ട് പോകൂല. നമുക്ക് ഒരു ജാറ ബിസിനസ് അല്ലെങ്കിൽ ഒരു ജാറം സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ് മുത്തുപേട്ടയിലെ ആ ജാറം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാര്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള ആള്, അതിന്റെ സനത് എന്താണ്? സ്വപ്നം. അയാളുടെ പേര് ദാവൂദുൽ ഹക്കീം. സനത് എന്താണ്? സ്വപ്നം. 5000 6000 വർഷം മുമ്പ് ഒരാൾ അവിടെ വന്നിട്ട് മരിച്ചു കിടന്നിരുന്നു എന്ന്. ആ കാലത്ത് ഇവിടെ ഏത് ജാതി ജനങ്ങളായിരുന്നു ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള വലിയ വലിയ സംഘടനകളുടെ വലിയ വലിയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ പറയുമ്പോ അവര് കുറച്ചൊന്ന് ആലോചിക്കണ്ടേ എന്നുള്ളതാണ്. ഇനി ഇതിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും കുരുപൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ദാവൂദുൽ ഹക്കീം ഒലിയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുപേട്ടയിൽ മറവിട്ട് കിടക്കുന്ന 18 അടി നീളമുള്ള ആ ഔലിയക്കാക്ക, അയാളുടെ പേര് ദാവൂദുൽ ഹക്കീമാണ്. അത് മൂസാ നബിയുടെ കാലത്തുള്ളതാണ്. അയാളുടെ നീളം 18 അടിയാണ്. ഇതൊക്കെ സ്വപ്നം അല്ലാണ്ട് ഒരു തെളിവ് എന്തായാലും വഹി റസൂലുള്ളാഹിയിലൂടെ നിലച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാന്റെ ഒരു കൗലും ഇല്ല അങ്ങനെ ഒരു 18 അടി നീളമുള്ള ജാറം അല്ലെങ്കിൽ മയ്യത്ത് ഇന്ത്യയിൽ മറവിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ടാവണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയുള്ള ആളായിരുന്നു. മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. എന്തേ അങ്ങനെ ഒരു വലിയൊരു വല്ലിക്കാട്ട് മഹാൻ അവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുന്നത്? അങ്ങനെ ഒരു സംഭവം അന്ന് ഇല്ല, പിന്നീട് ഉണ്ടായതാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇതുപോലെയുള്ള കുറെ ഔലിയാക്കാക്കന്മാര്, ആയിരക്കണക്കിന് ഔലിയാക്കാക്കന്മാര് ഇങ്ങനെ മണ്ണിൽ നിന്ന് മുളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ ലോകത്തിന്റെ പല ഭാഗത്തും. അതില് പലതും ആരുമില്ലാത്തതാണ്. മറ്റു ചിലത് റോഡ് പണിക്ക് മെറ്റൽ കൂട്ടീന്റെ മേലെ പട്ട് വിരിച്ചതാണ്. മറ്റു ചിലത് റോഡിൽ വണ്ടിടിച്ച് കിടക്കുന്ന 4 കാലും 1 വാലും കുരക്കുകയും ചെയ്യുന്ന മൃഗത്തിനെയൊക്കെ കുഴിച്ചിട്ടപ്പോ കുറച്ച് മണ്ണ് കൂട്ടിയതാണ് എന്നുള്ളതൊക്കെ ആളുകൾ മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.